ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതും എന്നാൽ വളരെ രുചികരമായിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെ കുറച്ച് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. പാസ്ത വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂണ് ഓയിലും ചേർത്തിട്ടുണ്ടായിരുന്നു. പാസ്ത ഇട്ട് കൊടുത്തിട്ട് അടുക്കി പിടിക്കാതിരിക്കാൻ നന്നായിട്ടൊന്ന് സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 5 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടിയിട്ടോ. ഇതിലെ വെള്ളം മുഴുവനായിട്ട് നമുക്ക് കളഞ്ഞെടുക്കണം. അതിനെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പാസ്ത വേവിച്ച വെള്ളമില്ല, അത് കുറച്ച് നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി പാസ്ത റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ ഒലീവ് ഓയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരല്പം ബട്ടർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3-4 വെളുത്തുള്ളി അല്ലി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരുപാട് സമയം വഴറ്റി കളറൊന്നും മാറണ്ട, ഒരല്പ സമയം മാത്രം വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പാസ്തയിൽ നിന്ന് ഊറ്റി വെച്ചിരുന്ന വെള്ളമില്ല, അത് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നൂഡിൽസിൻ്റെ ഒരു മസാല പാക്കറ്റ് ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാല പാക്കറ്റ് ഉറപ്പായിട്ടും മറക്കാതെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ നൂഡിൽസ് മസാല ചേർക്കുമ്പോൾ പാസ്തയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പാസ്ത ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ഇത് കഴിച്ചു പോകും. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ. കുറച്ച് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായി. ഈ പാസ്തയിൽ ഇപ്പോൾ ചിക്കൻ ഇല്ലാതെയും ഉണ്ടാക്കാട്ടെ. ചിക്കന് പകരം മുട്ട വേണമെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യാം. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.